വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സുമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ചാനലിൻ്റെ ടെലിഗ്രാം ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ചാനലിൽ 10th പ്രിലിംസിൻ്റെ 30 ഡേയ്സ് ടൈം ടേബിൾ ബേസ്ഡ് ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ലിങ്കിൽ കയറി ജോയിൻ ചെയ്തോ. ഓക്കെ, നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മൗലികാവകാശം ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി? എന്താണ് ക്വസ്റ്റ്യൻ? മൗലികാവകാശം ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 24-ാം ഭേദഗതി. ഏതാണ്? 24-ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലികാവകാശങ്ങൾ. എന്താണ്? മൗലികാവകാശങ്ങൾ. ഓക്കെ, മൗലികാവകാശം എന്ന ആശയം ഇന്ത്യയിൽ ഭരണഘടന കടം കൊടുത്തിരിക്കുന്നത് എവിടുന്നാണെന്നറിയോ? കടെടുത്തിരിക്കുന്നത് എവിടുന്നാണ്? USA. മൗലികാവകാശം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്നാണ്. എവിടുന്നാണ്? USA-യിൽ നിന്ന്. ഓക്കെ, അടുത്ത എന്താണ്? മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് എന്ത്? മൗലികാവകാശങ്ങളുടെ ശില്പി. ഓക്കെ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്ന ആരാണ്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ അത് നമ്മുടെ സുപ്രീം കോടതിയാണ്. എന്താണ്? സുപ്രീം കോടതി. അതേപോലെ ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതും ഒരു വ്യക്തിക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ലാത്തതുമായ അവകാശങ്ങളാണെന്ത്? മൗലിക അവകാശങ്ങൾ. എന്തൊക്കെയാണ്? ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതും ഒരു വ്യക്തിക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ലാത്തതുമായ അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ഇനി ഈ മൗലികാവകാശങ്ങളെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏതാണ് ഭരണഘടനയിൽ? അനുച്ഛേദം 12 മുതൽ 35 വരെ. എത്രയാണ്? 12 മുതൽ 35 വരെ. മൗലികാവകാശങ്ങൾ നഷ്ടപ്പെടുന്ന പക്ഷം ഒരു പൗരന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. അതായത് മൗലികാവകാശം നഷ്ടപ്പെടുന്ന പക്ഷം ഒരു പൗരന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. ഓക്കെ, ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങൾ 7 എണ്ണമാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോഴുള്ള മൗലികാവകാശങ്ങൾ 7 എണ്ണമാണ്. എന്നാൽ ഇപ്പോൾ എത്ര തരത്തിലുള്ള മൗലികാവകാശങ്ങളാണുള്ളത്? 6 തരത്തിലുള്ള. ഇപ്പോൾ 6 തരത്തിലുള്ള മൗലികാവകാശങ്ങളാണ് നിലവിലുള്ളത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലികാവകാശം പറഞ്ഞ സ്വത്തവകാശം ഇപ്പോൾ ഒരു ഭരണഘടനാ അവകാശമാണ്. അതായത് സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. അതൊരു ഭരണഘടനാ അവകാശമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 6 മൗലികാവകാശങ്ങൾ ഇപ്പം നമ്മുടെ ഭരണഘടനയിലുള്ളത്. ഓക്കെ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇതൊക്കെ എന്തിൻ്റെ വിശേഷണമാണ്? മൗലികാവകാശത്തിൻ്റെ വിശേഷണങ്ങളാണ്. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അടുത്തത്: ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡൻ്റായ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ.
ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. ഇതെപ്പോഴാണ് നടന്നിട്ടുള്ളത്? 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഈ ചമ്പാരൻ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? ബീഹാറിലാണ് ചമ്പാരൻ എന്ന സ്ഥലം. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹം. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെ നടന്ന പ്രക്ഷോഭം, അതിനെതിരെ നടന്ന പ്രക്ഷോഭം. തീൻ കട്ടായി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. എന്താണ് ഈ തീൻ കട്ടായി? അതായത് കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായം. എന്താണ്? കർഷകർ തങ്ങളുടെ ഭൂമിയുടെ 3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായം. ഓക്കെ. അതേപോലെ ഇതിന് വേറെ 2 സവിശേഷത കൂടെയുണ്ട്. എന്താണ്? ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാക്കാൻ കാരണമായ സത്യാഗ്രഹം കൂടിയാണെന്ത്? ചമ്പാരൻ സത്യാഗ്രഹം. എന്താണ്? ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം കൂടിയാണ് ചമ്പാരൻ സത്യാഗ്രഹം. പിന്നെ എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന പുസ്തകം രചിച്ചതാരാണ്? ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചമ്പാരൻ സത്യാഗ്രഹം എന്ന പുസ്തകം രചിച്ചതാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ അല്ലേ? അടുത്തത്, പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏതാണ്? ബ്രഹ്മസമാജം. ഏതാണ്? ബ്രഹ്മസമാജം. ഓക്കെ. ഈ സമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ്. സ്ഥാപിതമായ വർഷം 1828 ഓഗസ്റ്റ് 20. 1828 ഓഗസ്റ്റ് 20 ബ്രഹ്മസമാജം സ്ഥാപിതമായത്. ബ്രഹ്മസമാജത്തിൻ്റെ ആദ്യകാല പേര് ബ്രഹ്മസഭ എന്നായിരുന്നു. എന്താണ്? ബ്രഹ്മസഭ. ബ്രഹ്മസമാജം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് 1830. ഇപ്പോഴാണ് 1830. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ. വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്നു. അതേപോലെ തന്നെ എന്താണ്? ഏറ്റവും കൂടുതൽ കാലം ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയും കൂടിയാണ് ആര്? വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. 1815. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം എപ്പോഴാണ്? 1858.
1858. ഓക്കെ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. എന്താണ് ക്വസ്റ്റ്യൻ? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോഡ ഗാമ. ആരാണ്? വാസ്കോഡ ഗാമ. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ ഗാമയാണ്. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ. എപ്പോഴാണ് വരുന്നത്? 1498 മെയ് 20 കോഴിക്കോടുള്ള കാപ്പാട് ആണ് എത്തുന്നത്. ഇങ്ങനെയാണ് 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട്. സഞ്ചരിച്ച കപ്പൽ ഏതാണ്? സെൻറ്റ് ഗബ്രിയേൽ. സഞ്ചരിച്ച കപ്പൽ സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം എപ്പോഴാണ്? 1502. എവിടെയാണ്? കണ്ണൂർ. വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1502 കണ്ണൂരിൽ. ഓക്കെ. വാസ്കോഡ ഗാമ മൂന്നാമതായി എത്തിയത് എപ്പോഴാണ്? 1524. എവിടെയാ? കൊച്ചി. വാസ്കോഡ ഗാമ മൂന്നാമതായി എത്തിയത് 1524 എവിടെയാണ്? കൊച്ചിയിൽ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം. എന്താണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇത് സിക്കിമിലാണ്. എവിടെയാണ്? സിക്കിമിൽ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഓക്കെ അല്ലേ? അടുത്തത് കാൽബൈശാഖി എന്നത് എന്താണ്? കാൽബൈശാഖി എന്നത് എന്താണ്? കാറ്റ്. കാൽബൈശാഖി എന്ന് പറയുന്നത് കാറ്റാണ്. എന്താണ്? ഇത് വെസ്റ്റ് ബംഗാൾ, ആസാം, ബംഗ്ലാദേശ് ആ ഭാഗത്തില്ലേ, ആ ഭാഗത്ത് വീശുന്ന കാറ്റാണ് ഏത്? കാൽബൈശാഖി. അതേപോലെ എന്താണ്? വേനൽക്കാലത്ത് വീശുന്ന കാറ്റാണ്. വേനൽക്കാലത്ത് വീശുന്ന കാറ്റാണ്. പിന്നെന്താ? ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയ മഴ. അതായത് ഈ കാറ്റുകൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ത്? ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയ മഴ. നല്ല രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാറ്റാണ്. ഈ കാറ്റുകാരനുള്ള മഴ നല്ല രീതിയിൽ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു പ്രാദേശികവാദമാണ്. അതായത് പ്രതികൂലമായിട്ടാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ കൃഷിനാശം ഉണ്ടാകും, ആലിപ്പഴ വീഴ്ചയുണ്ട്. ഓക്കെ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഏതാണ് ഭാഷ? അറബി. അറബി ഭാഷയിൽ നിന്നാണ് മൺസൂൺ എടുത്തിട്ടുള്ളത്. അതായത് മൗസത്തിൽ നിന്നാണ് മൺസൂൺ ഉണ്ടായത്. ഈ മൺസൂണിൻ്റെ അർത്ഥം എന്താണ്? സീസൺ എന്നാണ് മൺസൂണിൻ്റെ അർത്ഥം. ഓക്കെ. അതായത് ഈ ജൂൺ ടു സെപ്റ്റംബർ നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് ഉണ്ടാവുന്നത്. ഇന്ത്യയിൽ ജൂൺ ടു സെപ്റ്റംബർ നമുക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അതേപോലെ എന്താണ്? ഒക്ടോബർ ടു നവംബർ നമുക്ക് എന്താണ്? വടക്ക് കിഴക്ക് മൺസൂണാണ്. എങ്ങനെ? ഒക്ടോബർ ടു നവംബർ വടക്ക് കിഴക്ക് മൺസൂണ്, ജൂൺ ടു സെപ്റ്റംബർ തെക്ക് പടിഞ്ഞാറൻ മൺസൂണ്. അപ്പോൾ എന്താണ്? ഇത് ദിശ നേരെ മാറുന്നുണ്ട്. ദിശ മാറിയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? മൺസൂൺ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സീസൺ എന്ന് പറയുന്നത്. ദിശ മാറുന്നുണ്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഏതാണ്? സിന്ധു. ഓക്കെ. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര.
സിന്ധു നദിയുടെ നീളം എത്രയാണ്? 2880 കിലോമീറ്റർ. ഓക്കെ. എന്നാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന എത്ര കിലോമീറ്ററാണ്? 709 കിലോമീറ്റർ. അത് SCERTയിലാണ് 709 കിലോമീറ്റർ എന്ന് കാണിക്കുന്നത്. 1114 കിലോമീറ്റർ എന്ന് NCERTയിൽ കാണുന്നുണ്ട്. ഓക്കെ. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ കൂടിയാണ്? ചൈനയിലെ ടിബറ്റ്, പിന്നെയുള്ളത് ഇന്ത്യ, പാകിസ്ഥാൻ. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഓക്കെ. അതേപോലെ തന്നെ എന്താണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. അതേപോലെ എന്താ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയും കൂടിയാണ് എന്ത്? സിന്ധു. പിന്നെ എന്താ പ്രത്യേകത? അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി. പിന്നെ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി കൂടിയാണ് സിന്ധു. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി കൂടിയാണ് സിന്ധു. പിന്നെന്താ? ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായ ലഡാക്ക് നിരയ്ക്കും സസ്കർ നിരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് സിന്ധു. എന്താണ്? ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായ ലഡാക്ക് നിരയ്ക്കും സസ്കർ നിരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് സിന്ധു. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. എന്താണ്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? നർമ്മദ. ഏതാണ്? നർമ്മദ. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയും ഡെക്കാൻ പീഠഭൂമിയാണ്. അതേപോലെ എന്താണ്? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകളിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി കൂടിയാണ് ഡെക്കാൻ പീഠഭൂമി. ഓക്കെ. എന്താണ്? പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകളിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. പിന്നെന്താ? ഡെക്കാൻ പീഠഭൂമി ഏത് ആകൃതിയിലാണ് കാണപ്പെടുന്നത്? ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമി. എന്താണ്? ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമി. അതേപോലെ എന്താ? പ്രധാനപ്പെട്ട ആഗ്നേയശില, അതായത് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ പ്രധാന ആഗ്നേയശില ഏതാണ്? ബസാൾട്ട്. ഏതാണ്? ബസാൾട്ട്. ഓക്കെ. ഡെക്കാൻ പീഠഭൂമിയിലൂടെ പ്രധാനപ്പെട്ട 4 നദികൾ ഒഴുകുന്നുണ്ട്. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. ഇതിന് വേറൊരു പേരൂടെ ഉണ്ടല്ലോ, കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ്. കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ്. അതേപോലെ എന്താണ്? ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊണ്ട മണ്ണാണ് കറുത്ത മണ്ണ്. ഇത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാൽ. ഏതാണ്? കൊടൈക്കനാൽ. ഓക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.